എന്താന്ന് അമ്മേന്റെ അമ്മ എന്തിനാ അമ്മ അടുക്കളയിലാ? അതെ, എനിക്ക് ഒരു 3000 രൂപ വേണം. എന്നാ തമിഴം വരികൾക്ക് പൈസ കൊടുക്കണം. അതെ, 2 ദിവസം കഴിഞ്ഞ് കൊടുക്കാന്ന് പറ. അയാൾ ഇന്ന് വരുമെന്ന്. അതല്ല, 2 ദിവസം കഴിഞ്ഞ് കൊടുത്തപ്പോ എന്താ പറ്റുക? എന്റെ കയ്യിൽ പൈസ ഇല്ല. അതല്ലേ 2 ദിവസം കഴിഞ്ഞ് കൊടുക്ക. ഇപ്പൊ സമയമായി, പോയിട്ട് വാ. എന്തറിയുമോ, ഞാൻ അയാള് ഇന്ന് വരുന്നുള്ള കാര്യം ഞാൻ പറ്റ മറന്നു. ഇല്ലെങ്കിൽ ആരുടെ തിരിച്ചാൽ മതിയായിരുന്നു. അമ്മ അല്ല, അതെ അമ്മയുടെ അടുത്ത് ചോദിക്കല്ലേ. എന്താണ് അതിന്? അത് പിന്നെ വയസ്സായ അമ്മയുടെ അടുത്ത് പൈസ വയ്ക്കണ മോശല്ലേ? അങ്ങനെയല്ല ഏട്ടാ. എടി, അമ്മ എന്റെ അല്ലേ? ആണ്. അമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ അമ്മ തരും. അതല്ല, നമ്മള് അമ്മ ഇങ്ങനെ നന്നായിട്ട് നോക്കണതേ പൈസക്ക് വേണ്ടിയാന്ന് ചിലപ്പോൾ അമ്മയ്ക്ക് തോന്നിയ അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണ മോശമല്ലേ? വേറെ മക്കളെ പോലെ അല്ലല്ലോ നമ്മൾ. ഏട്ടൻ പോയിട്ട് വാ, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കൊടുക്കാം. അത് മതി. എന്താ നിനക്കെന്താ പ്രശ്നം? അല്ലേ, അമ്മയുടെ മനസ്സ് വിഷമിക്കരുത്, അതാ ഞാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ. എന്ത് നോക്കാം? അമ്മയുടെ അടുത്ത് ചോദിക്കരുത്. എന്താ ചോദിച്ചാ കുഴപ്പം? അമ്മയുടെ അടുത്ത് ചോദിച്ചു ശരിയാവില്ല. ഉണ്ടെങ്കിൽ തരൂലേ? അത് പോണേന് മുമ്പ് അമ്മയെ കാണണമെന്ന് പറഞ്ഞു ഭയങ്കര നിർബന്ധം. ചെറിയ പിള്ളേരെ പോലെ. വെറുതെ അമ്മ പോയിട്ട് വേട്ടോ. അമ്മ ഒരു 3000 രൂപ വന്നേ. ഞാനേ ആ തമിഴം ഇന്ന് വരും. അപ്പൊ ഞാനത് ഓർത്തില്ല അമ്മ. ഞാൻ ഇന്നലെ ആരെങ്കിലും വായിച്ചാൽ മതിയായിരുന്നു. നിന്റെ സ്വഭാവം ഇതാണ്. ഇറങ്ങാൻ നേരത്താണ് നീ ചോദിക്കുന്നത്. ഇത്രയും സമയം നീ ഇല്ലായിരുന്നു. ഇന്നലെ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞൂടെ? മറന്നുപോയി ഞാൻ. എന്തായാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആണോ? അതെടുത്തിട്ട് നല്ല കുട്ടി. ഇത്രയുള്ള കാര്യം. ദോശ വെച്ചത് മറന്നുപോയി. അല്ല, ദോശയല്ല, പപ്പടം കാച്ചി വെച്ചത് തിരിഞ്ഞു പോയോ? അല്ല, ഇവളെന്താ പൊട്ടം കടിച്ച? അല്ല എടാ, ആ പൈസ ഉണ്ടല്ലോ, ഞാനിവിടെ വച്ചിരുന്നതാണ്. ഇപ്പം എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അല്ല, ഞാൻ അതിൽ നിന്നിട്ട് പൈസ എടുത്തായിരുന്നു. എന്നിട്ട് എവിടെ വെച്ചെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. എന്തമ്മ ഈ പറയണ? അലമാരിയുടെ മേളിൽ വെച്ച്, അലമാരിക്കകത്ത് വെച്ച്, ഞാൻ പെട്ടിയിൽ വെച്ചതായിട്ടാണ് എനിക്ക് ഓർമ്മ. എന്തൊക്കെ അമ്മ പറയുന്നത്? എങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ ഓർമ്മക്കടന്ന് വരല്ലോ? അതല്ലേ ഞാൻ മനസ്സിൽ ഓർമ്മക്കേട് എനിക്ക് ഇങ്ങനെ വരുന്നതാണ്. ഇനിയിപ്പോ പോയി നോക്കണ്ട. പിന്നെ ഞാനുണ്ടല്ലോ അതിൽ നിന്ന് ഇത്തിരി പൈസ എടുത്തായിരുന്നു. എന്നിട്ട് ഈ 3000 രൂപ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചായിരുന്നു. നിനക്ക് പലിശയ്ക്ക് കൊടുക്കണമല്ലോ എന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതുവരെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ അത് എടുത്തിട്ട് ഞാൻ അലുമാരിക്കകത്താണോ അതോ ഇനി പെട്ടിയിലെന്ന് എനിക്ക് പെട്ടെന്ന് നീ എടുത്ത് വെപ്രാളപ്പെടുത്തിയാലൊന്നും എന്നെ കൊണ്ട് ഒക്കത്തില്ല. എനിക്ക് തലയ്ക്ക് സുഖമില്ലാതെ. അപ്പം നീ പോയിട്ട് വാ, വൈകിട്ട് തരാം, നാളെ കൊടുക്കാന്ന് പറ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കൊണ്ടുവരാ, അപ്പോൾ തരാം. ഇനിയിപ്പോ ഞാൻ ആരോട് ചോദിക്കും പൈസ? എടാ, ഞാൻ തരാം. ഒന്ന് അഞ്ചപ്പെട്ടത് ഇപ്പൊ രാവിലെ ചോദിച്ചാൽ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. നീ പോയിട്ട് വാ, പോയിട്ട് വാ, മക്കൾ പോയിട്ട് വാ. ഉള്ള പൈസ എടുക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ തരാം.